കല്യാണമൊക്കെ കഴിഞ്ഞ് നീ അങ്ങ് മുതുക്ക് മുറ്റടിച്ച് നടക്കണായിരിക്കും അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞില്ല അണ്ണാ. കഴിഞ്ഞില്ലേ? ഇല്ല, എന്റെ നാള് പൂരമായിരുന്നല്ലോ. അപ്പൊ ഒരു ജോത്സ്യം പറഞ്ഞു. നമ്മുടെ അടുത്ത ജോത്സ്യൻ ഏതണ്ണ? നമ്മുടെ ഒരു ജോത്സ്യം ഉണ്ടായിരുന്നല്ലേ? അയ്യോ, അത് മറ്റേ ഇടിച്ച കാപ്പിലാമ്മട് സുരേന്ദ്രൻ ജോത്സ്യൻ. അയ്യോ, പുള്ളി പറഞ്ഞ അച്ചട്ടാ, പുള്ളി പറഞ്ഞ് പൂരം നാളിലുള്ള നിനക്ക് ഏതോ ഒരു കിണയെന്ന് ഒരു പെണ്ണിനെ കൊണ്ട് നിന്റെ കയ്യെ തരുമെന്ന്. പറഞ്ഞ കറക്റ്റ് ആണെന്നേ. കറക്റ്റ് തന്നെ, പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് കാര്യമായിട്ടാണ് അണ്ണ. നമ്മളെ സൈറ്റിൽ നിന്നൊക്കെ പോയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങള്? രജനി അറിയാമോ? പിന്നെ ദേഹം മുഴുവൻ വരച്ച് കുരച്ച് ഞാൻ 4 പ്രാവശ്യം കണ്ട്. ഏത് സൂര്യയുടെ ഗജനി? സൂര്യയുടെ ഗജനി അല്ല, രജനി എന്ന് പറയുന്നേ ഞങ്ങളുടെ വകയിലെ കുഞ്ഞമ്മേ. ആരുടെ അതൊക്കെ? നിങ്ങളുടെ പഴയ എന്റെ ബന്ധത്തിലെ കുഞ്ഞമ്മയാ. പണ്ട് പണി സൈറ്റ് ഞാൻ ഇങ്ങനെ മെക്കാട് പണിക്കൊക്കെ കുഞ്ഞമ്മ ഇങ്ങനെ തൂക്കുപാത്രത്തിൽ കഞ്ഞിയും കൊണ്ടുവരും. പുള്ളി 3ാമത്തെ നിലയിലിരുന്ന് പെയിന്റ് അടിച്ചോണ്ടും തേച്ചോണ്ടൊക്കെ ഇരിക്കും. കുഞ്ഞമ്മ ഇതുവഴി പോയി, പുള്ളി താഴോട്ട് നോക്കി, കുഞ്ഞമ്മയെ ഇഷ്ടപ്പെട്ട്. കുഞ്ഞമ്മ ഒറ്റ നടത്തി തന്നെ കുഞ്ഞമ്മയ്ക്കും പുള്ളിയെ ഇഷ്ടപ്പെട്ട്. രണ്ടും കൂടി മുടിഞ്ഞ പ്രേമമായിരുന്ന ആ സമയത്ത്. അവസാന സമയപ്പം എന്റെ രജനി കുഞ്ഞമ്മ ചതച്ചിട്ട് പോയി ഇയാള്. അല്ല, അത് സംഭവം ഒന്നും അറിയാമോ? ശകല ഏജ് ഓവർ ആയിരുന്നു. കുഞ്ഞമ്മയ്ക്ക് 40 വയസ്സുണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ പറയണ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എത്ര ഉണ്ട്? 52. അത് കൂടുതലല്ല, ഞാൻ പറഞ്ഞേക്കാം.